അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൂറത്ത് ശൂറ 14-15 സൂക്തങ്ങളാണ് ഇന്നീ ക്ലാസ്സിലൂടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. നൂഹിനോട് അള്ളാഹു കൽപ്പിച്ചതും നിനക്ക് നാം വഹി നൽകിയിട്ടുള്ളതും ഇബ്രാഹിമിനോടും മൂസയോടും ഈസയോടും നാം കൽപ്പിച്ചരുളിയതും എന്താണോ അതുതന്നെ അവൻ നിങ്ങൾക്ക് മതമായി ദീനായി നിശ്ചയിച്ചു തന്നു. അതായത് ഈ ദീനിനെ നിങ്ങൾ നിലനിർത്തണം, അതിൽ നിങ്ങൾ ഭിന്നിച്ചു പോകരുത് എന്ന് ബൗദ്ധവിശ്വാസികളെ ഏതൊന്നിലേക്ക് നീ വിളിക്കുന്നുവോ അതവർക്ക് വളരെ വലിയ ഭാരമായിരിക്കും. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ തൻ്റെ അടുക്കലേക്ക് അവൻ തിരഞ്ഞെടുക്കുന്നു. തന്നിലേക്ക് വിനയാനിതനായി മടങ്ങുന്നവർക്ക് തൻ്റെ അടുക്കലേക്ക് മാർഗദർശനം നൽകുകയും ചെയ്യുന്നു. 13-ാം സൂക്തത്തിൽ നമ്മൾ പഠിച്ച വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യം ഇതാണ്. ഉലുൽ അസ്മുകൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ, ഈസ പ്രവാചകന്മാർ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയ 5 പ്രവാചകന്മാർ, ആദം നബിക്ക് ശേഷം നിയോഗിക്കപ്പെട്ട പ്രവാചകനാണല്ലോ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് മാർഗദർശനം നൽകാൻ വേണ്ടി പ്രത്യേകം തെരഞ്ഞെടുത്തവർ എന്നതാണ് പ്രവാചകന്മാരുടെ പ്രത്യേകത. എല്ലാ പ്രവാചകന്മാരോടും അള്ളാഹു കൽപ്പിച്ചത് ഒരേ ഒരു കാര്യമാണ്: അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുക. അതാണ് ദീൻ. ദീൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇസ്ലാം മതത്തിൻ്റെ മൗലികമായ എല്ലാ സിദ്ധാന്തങ്ങളുമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ട മതം ഇസ്ലാം മാത്രമാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമ ദീന ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. സൂറത്തുൽ ആൽ ഇംറാൻ 85-ാം സൂക്തം. ആരെങ്കിലും ഇസ്ലാമിനെ അല്ലാതെ മതമായി അന്വേഷിക്കുന്ന പക്ഷം അത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നതേയല്ല, പരലോകത്ത് അവൻ നഷ്ടകാരികളുടെ കൂടെയായിരിക്കും. ലിക്കുല്ലി ജഅൽനാ മിൻകും ശിർഅതൻ വ മിൻഹാജ. സൂറത്തുൽ മാഇദ 48-ാം സൂക്തം. നിങ്ങളിൽ വേദത്തിൻ്റെ ആൾക്കാരിൽപ്പെട്ട എല്ലാവർക്കും നാം ഓരോ നിയമമാർഗവും രീതിയും ഏർപ്പെടുത്തി തന്നിരിക്കുന്നു. എല്ലാ പ്രവാചകന്മാർക്കും നിശ്ചയിക്കപ്പെട്ട മതം ഒന്നാണ്, അത് ഇസ്ലാമാണ്. കർമ്മങ്ങളിൽ വ്യത്യാസമുണ്ടാകാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ പഠിപ്പിക്കുന്നു: അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. സൂറത്തുൽ മാഇദ 3-ാം സൂക്തം. ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, നിങ്ങളിൽ എൻ്റെ അനുഗ്രഹം ഞാൻ പൂർണ്ണമാക്കുകയും ചെയ്തിരിക്കുന്നു, നിങ്ങൾക്ക് ഞാൻ ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. ജീവിത വ്യവസ്ഥയാണ് ദീൻ എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും അവൻ എങ്ങനെ ജീവിക്കണം, എന്തെല്ലാം ചെയ്തുകൂടാ, എങ്ങനെയായിരിക്കണം ദൈവത്തെ അനുസരിക്കേണ്ടത്, ആരാധനാ കാര്യങ്ങളിൽ, കുടുംബജീവിതത്തിൽ, സാമ്പത്തിക രംഗത്ത്, സാമൂഹിക രാഷ്ട്രീയ ഇടപെടലുകളെല്ലാം അവൻ്റെ ദീൻ എന്തായിരിക്കണം, നിയമം എന്തായിരിക്കണം എന്നത് അള്ളാഹു ഖുർആനിലൂടെ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ച, അവനെ പരിപാലിക്കുന്ന, അവന് വെള്ളവും വെളിച്ചവും നൽകുന്ന നാഥൻ അവൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് പ്രവാചകനിലൂടെ പഠിപ്പിച്ചിട്ടും എങ്ങനെ മനുഷ്യർ ഭിന്നരായിപ്പോയി, വ്യത്യസ്ത ചിന്താഗതിക്കാരായിപ്പോയി എന്നത് തുടർന്നുള്ള സൂക്തം അഥവാ 14-ാം ആയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഒമാ തഫറഖു ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗയം ബൈനഹും. ഒമാ തഫറഖു, അവർ ഭിന്നിച്ചിട്ടില്ല, വേർപിരിഞ്ഞിട്ടില്ല, ഇല്ലാ മിൻ ബഅദി, ശേഷമല്ലാതെ, മാ ജാഅഹും, അവർക്ക് വന്നതിൻ്റെ, അൽ ഇൽമ്, അറിവ്, ബഗയൻ, ധിക്കാരം, അതിക്രമം, താന്തോന്നിത്തം, ശത്രുത, അസൂയ എന്നെല്ലാം ബഗയ എന്നതിന് അർത്ഥമുണ്ട്. ധിക്കാര നിമിത്തമാണ്, ബൈനഹും, അവർക്കിടയിലുള്ള, വലൗല, ഇല്ലായിരുന്നെങ്കിൽ, കലിമത്തിനൊരു വാക്ക്, സബഖത്ത്, മുൻകഴിഞ്ഞ അഥവാ കഴിഞ്ഞുപോയ ഒരു വാക്ക്, മിർ റബ്ബിക്ക, നിന്റെ റബ്ബിങ്കിൽ നിന്ന്, ഇല അജലിൻ, ഒരവധി വരേക്ക്, മുസമ്മ, നിർണയിക്കപ്പെട്ട, ലഖുലിയ ബൈനഹും, വിധി നിശ്ചയിക്കപ്പെടുക തന്നെ ചെയ്യുമായിരുന്നു, ബൈനഹും, അവർക്കിടയിൽ. അഥവാ അവർ ഭിന്നിച്ചത് കാരണം അവർക്ക് ശിക്ഷ വന്നെത്തുമായിരുന്നു. പക്ഷേ അള്ളാഹു ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. ഇതാണ് ഈ പറഞ്ഞ ആയത്തിൻ്റെ ആശയം. അവർക്ക് അറിവ് വന്നെത്തിയ ശേഷം തന്നെയാണ് അവർ ഭിന്നിച്ചത്. ആ കാരണമെന്താണ്? അവർക്കിടയിലുള്ള ധിക്കാര നിമിത്തമാണ്. താന്തോന്നിത്തം, ശത്രുത, പരസ്പരമുള്ള പോര്, അസൂയ നിമിത്തമാണ് അവർ ഭിന്നിച്ചത്. നിർണയം ചെയ്യപ്പെട്ട അഥവാ അവധി നിശ്ചയിക്കപ്പെട്ട ഒരു വാക്ക് നിന്റെ റബ്ബിങ്ങിൽ നിന്ന് മുമ്പുണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ അവർക്കിടയിൽ വിധി നിശ്ചയിക്കപ്പെടുക തന്നെ ചെയ്യുമായിരുന്നു. വൈന്നല്ലദീന ഊരിസുൽ കിതാബ മിൻ ബഅദിഹിം
ലഫി ഷക്കിം മിന്നു മുരീബ്. അവർക്ക് ശേഷം വേദഗ്രന്ഥം അനന്തരാവകാശമായി നൽകപ്പെട്ടവരാവട്ടെ നിശ്ചയമായും അതിനെക്കുറിച്ച് ആശങ്കാപരമായ സംശയത്തിലാണ്. അഥവാ ഈ പറഞ്ഞതിൻ്റെ രത്നചുരുക്കം ഇതാണ്: സത്യമേതാണ് എന്ന് അറിയാഞ്ഞിട്ടല്ല സമുദായങ്ങൾ ഭിന്നിച്ചത്. നേരെ മറിച്ച് വേണ്ടത്ര എല്ലാ അറിവും മാർഗദർശനവും എല്ലാം അവർക്ക് ലഭിച്ചു. പക്ഷേ അവരുടെ പരസ്പരമുള്ള സ്വാർത്ഥത, അസൂയ, മാത്സര്യം, ധിക്കാരം തുടങ്ങിയ അതിരുകവിയൽ മാത്രം കൊണ്ടാണ് അവർ ഭിന്നിച്ചത്. അതുകൊണ്ട് അവർക്ക് ശിക്ഷാ നടപടി ഇത്രയൊക്കെ കിട്ടിയിട്ടും അവർ ഭിന്നിച്ചത് കാരണം അവരെ ശിക്ഷിക്കേണ്ടിയിരുന്നു. പക്ഷേ അള്ളാഹു അങ്ങനെ ഒരു ശിക്ഷ നടപ്പിലാക്കൽ അവൻ്റെ സുന്നത്തിൽപ്പെട്ടതല്ല. ശരിയായ ശിക്ഷാ നടപടി പരലോകത്ത് വെച്ചാണ് എന്ന് അള്ളാഹു മുമ്പേ നിശ്ചയിച്ചിരിക്കുന്നു. എന്നിരുന്നാലും നടപടിക്രമത്തിൻ്റെ ഭാഗമായി ഭൗതിക ലോകത്തും ചില ശിക്ഷാ നടപടികൾ അവർക്ക് സംഭവിക്കുകയും ചെയ്യുന്നുവെന്ന് ഖുർആൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ചെയ്ത തെറ്റിൻ്റെ പേരിൽ അപ്പോൾ ശിക്ഷിക്കുകയാണെങ്കിൽ ഭൂലോകത്തൊരു മനുഷ്യനും അവശേഷിക്കുകയില്ലായിരുന്നു. തൽക്ഷണം തന്നെ ശിക്ഷ അവർക്ക് അനുഭവിക്കപ്പെടുമായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം അങ്ങനെയല്ല. മുൻഗാമികളായ വേദക്കാരുടെ കഥയാണ് ഈ പറഞ്ഞത്. എന്നാൽ അവരുടെ ശേഷം വേദഗ്രന്ഥത്തിൻ്റെ അനുയായികളും അവകാശികളുമായി തീർന്നവരാണല്ലോ ജൂതന്മാരും ക്രിസ്ത്യാനികളും. അവരുടെ സ്ഥിതി എന്താണ്? അവരെന്താണ് വിശ്വസിക്കുന്നത്? എന്താണ് അവൻ്റെ അടിസ്ഥാനം എന്നവർക്ക് പറയാൻ സാധ്യമേ അല്ല. അവരുടെ നിലപാടിനായിരിക്കുന്ന തെളിവുകളോ ലക്ഷ്യമോ ഒന്നും അവർക്കില്ല. തങ്ങൾ സ്വീകരിച്ചു വരുന്ന വിശ്വാസാചാരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയെല്ലാം പരിശുദ്ധങ്ങളാണ് എന്ന ബോധ്യവും ഉറപ്പും അവർക്കുണ്ടോ? ഇല്ല. വാസ്തവത്തിൽ അതിലവർ സംശയാലുക്കളും പരിഭ്രമ ചിത്തരുമാകുന്നു. പാരമ്പര്യം, അനുകരണം ഇതാണ് അവരുടെ ഏക അവലംബം. വൈനല്ലദീന ഉരിസുൽ കിതാബ മിൻ ബഅദിഹിം ലഫീ ഷക്കിൻ മിൻ മുരീബ്. എന്നിട്ട് എന്ത് നിലപാടാണ് പ്രവാചകൻ അവരുടെ വിഷയത്തിൽ സ്വീകരിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് 15-ാം സൂക്തത്തിൽ പറയുന്നു. ഫദാലിക ഫദു വസ്തഖിം കമാ ഉമിർത വലാ തത്തബി അഹ്വാഹും. പ്രവാചകരെ, നിങ്ങൾ ഈ ദീനിലേക്ക് അവരെ ക്ഷണിച്ചുകൊള്ളുക. നിന്നോട് കൽപ്പിക്കപ്പെട്ട പ്രകാരം നീ ശരിയായ മാർഗത്തിൽ നിലകൊള്ളുകയും ചെയ്യുക. അവരുടെ ഇച്ഛകളെ നീ ഒരിക്കലും പിൻപറ്റരുത്. അവരോട് നീ പറയണം: കുൽ ആമൻതു ബിമാ അൻസലല്ലാഹു മിൻ കിതാബ്. വേദഗ്രന്ഥമായി അള്ളാഹു നിങ്ങൾക്ക് അവതരിപ്പിച്ചിട്ടുള്ളതിൽ മുഴുവൻ ഞാൻ വിശ്വസിക്കുന്നു. വഉമിർതു ലി അഅദില ബൈനകും. നിങ്ങൾക്കിടയിൽ നീതി പാലിക്കുവാൻ അള്ളാഹു എന്നോട് കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹു റബ്ബുന വ റബ്ബുക്കും. അള്ളാഹു ഞങ്ങളുടെ റബ്ബും നിങ്ങളുടെ റബ്ബുമാണ്. ലന അഅ്മാലുന വലക്കും അഅ്മാലക്കും. ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മങ്ങൾ, നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾക്കും. ലാ ഹുജ്ജത ബൈനന വ ബൈനക്കും. നിങ്ങളുടെ കർമ്മങ്ങൾക്കും ഞങ്ങൾക്കും ഇടയിൽ നീതിന്യായം ഇല്ല. അള്ളാഹു യജ്മഉ ബൈനന. അള്ളാഹു നമ്മുടെ ഇടയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവനാണ്. അള്ളാഹു യജ്മഉ ബൈനന. അള്ളാഹു നമ്മുടെ ഇടയിൽ ഒരുമിച്ച് കൂട്ടുന്നതാണ്. വൈലൈഹിൽ മസ്വീർ. അവനിങ്കിലേക്കാണ് തിരിച്ചെത്തൽ. വളരെ ബേസിക്കായ ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എല്ലാ പ്രവാചകന്മാർക്കും നൽകപ്പെട്ട ദീൻ ഒന്നായിരുന്നു. ആ ദീനിനെ സ്ഥാപിക്കാൻ, ആ ജീവിത വ്യവസ്ഥ ഭൂമിയിൽ സംസ്ഥാപിക്കാൻ നിങ്ങളെല്ലാവരും പണിയെടുക്കണം. നിങ്ങൾ പരസ്പരം ഭിന്നിക്കരുത്. അള്ളാഹുവിൻ്റെ അടുക്കിലേക്കാണ് നിങ്ങൾക്ക് മടങ്ങാനുള്ളത്. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവർ എന്തുകൊണ്ട് ഭിന്നിച്ചു? പരസ്പര മാത്സര്യം മൂലമാണ് അവരുടെ ഭിന്നതയ്ക്ക് കാരണം. അവരുടെ നിലപാടുകളിൽ അവർക്കൊരു തെളിവും സമർപ്പിക്കാൻ സാധ്യമല്ല. വേദഗ്രന്ഥം നൽകപ്പെട്ടവരായ ജൂതന്മാർക്കോ ക്രിസ്ത്യാനികൾക്കോ അവരുടെ നിലപാട് പൂർണ്ണമായും സത്യസന്ധമാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ യാതൊരു തെളിവുമില്ല. പ്രവാചകരെ, നീ ധൈര്യത്തോടെ, സ്ഥൈര്യത്തോടെ, ഇസ്സത്തോടുകൂടി പ്രഖ്യാപിക്കുക: നാഥൻ ഒരുവനാണ്, അള്ളാഹു മാത്രം. അവനിങ്കിലേക്കാണ് മടങ്ങാനുള്ളത്. നിങ്ങൾക്കിടയിൽ നീതിയോടെ വർത്തിക്കണമെന്നാണ് അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്കും ഞങ്ങൾക്കുമിടയിൽ നാഥൻ ഒരുവൻ മാത്രമാണ്. അവൻ നമ്മയെല്ലാം ഒരുമിച്ച് കൂട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങൾ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മങ്ങൾ. സത്യം ഇന്നതാണെന്ന് വ്യക്തമായി തെളിഞ്ഞു കഴിഞ്ഞു. ഭിന്നിപ്പിന് കാരണം അറിവില്ലായ്മയോ അവ്യക്തതയോ അല്ല, കേവലം വാശിയും മാത്സര്യബുദ്ധിയും മാത്രമാണ്. അതുകൊണ്ട് നമുക്കിടയിൽ ന്യായവാദത്തിന് സ്ഥാനമില്ല എന്ന് അള്ളാഹു പറയാൻ കൽപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു ദിനമുണ്ട്. വൈലൈഹിൽ മസീർ. അവനിങ്കിലേക്കാണ് നമ്മളെല്ലാവരും തിരിച്ചെത്തുന്നത്. ഇന്ന ഇലൈന ഇയാബഹും വ ഇന്ന അലൈന ഹിസാബഹും. അള്ളാഹുവിലേക്ക് തിരിച്ചെത്തും. നമ്മുടെ വിചാരണ അള്ളാഹു തീരുമാനിക്കും. തുടർന്നുള്ള സൂക്തങ്ങൾ ഈ പറഞ്ഞതിന് ശേഷമുള്ള ചില സംശയങ്ങൾക്ക് മറുപടി.
അള്ളാഹു നൽകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ആ കാര്യങ്ങൾ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.